എക്സാമിൻ്റെ ടെൻഷനും ഉണ്ട്. എടാ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 11th 12th നിങ്ങൾക്ക് ആദ്യമായിട്ട് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് വേറെ തന്നെ ഒരു എൻവയോൺമെൻറ്റിലേക്കല്ലടാ പോകുന്നത്. നമുക്ക് എക്സാമിനെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയല്ലേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയും വേണ്ട, അതിൽ കുറച്ച് പോർഷൻസ് മാത്രം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളങ്ങനെ സെലക്റ്റീവായിട്ടും കാര്യങ്ങളായിട്ടും പഠിക്കും. പിന്നെ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയി എഴുതുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം. ഇപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വായിക്കാം. അപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു നമ്മൾ നോക്കണം. ചിലപ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം പേര് ഇപ്പോൾ ഒന്നെങ്കിൽ ബ്രില്യൻറ്റിൽ അല്ലെങ്കിൽ സൈലത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടെൻഷൻസ് ആദ്യം ഉണ്ടാവും. അതൊക്കെ എനിക്ക് കമൻറ്റ് സെക്ഷനിലും കാണാനുണ്ട്. പക്ഷേ എൻ്റെ ഡൗട്ട് അതല്ലടാ, നിങ്ങൾക്ക് സ്മാർട്ട് ഫോണൊന്നും അലൗഡ് അല്ല. എന്നിട്ടും എനിക്ക് അത്യാവശ്യം ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഓൺലൈനിലുള്ള കൊച്ചുങ്ങളായിരിക്കും, അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾഡ് ഹോസ്റ്റലിൽ വീക്കെൻഡിൽ ഫോൺ കിട്ടുമ്പോൾ നിങ്ങൾ അയക്കുന്ന ആയിരിക്കാം. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് വേറെ തന്നെ ഒരു എൻവയോൺമെൻറ്റിലേക്കല്ലടാ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ 11th 12th എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. മാത്രമല്ല ഇപ്പം കുറേ പേർക്ക് നമുക്ക് എക്സാമിനെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയല്ലേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയും വേണ്ട, അതിൽ കുറച്ച് പോർഷൻസ് മാത്രം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളങ്ങനെ സെലക്റ്റീവായിട്ടും കാര്യങ്ങളായിട്ടും പഠിക്കും. പിന്നെ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയി എഴുതുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ബയോയിൽ, അതിലാണെങ്കിൽ ഒരു പി വെറൈറ്റിയുടെ മുകളിലുള്ള ആ ഒരു നമ്പർ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ചാപ്റ്ററിൻ്റെ ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ എവിടെ നിന്ന് വേണേൽ അവർക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലെവൽ വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങൾ വീട്ടിൽ ഭയങ്കരമായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തൊരു എൻവയോൺമെൻറ്റിലേക്കാണ് പോയേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേറെ എന്നല്ല, ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്ന് പഠിക്കാം. എല്ലാം നമ്മളുടെ സൗകര്യത്തിന് നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ളവരുടെ സൗകര്യവും കൂടെ നോക്കി പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. ഇപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വായിക്കാം. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു നമ്മൾ നോക്കണം. ചിലപ്പോൾ ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഡോറ് തുറക്കുമ്പോഴോ ഒക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് വരാം. പിന്നെ വീട്ടിലാരെയും കാണുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാം. മാത്രമല്ല ഈ നമ്മൾ ചുമ്മാ ഒരു ടൂറിനൊന്നും പോയേക്കുമല്ലല്ലോടാ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ടെൻഷനും കാര്യങ്ങൾ, അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം, ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സ്റ്റേബിൾ ആവുന്നവരെ, നിങ്ങളൊന്ന് ട്രാക്കിൽ കയറുന്നവരെ നമ്മളിങ്ങനെ നിങ്ങളുടെ ഡൗട്ടിനും കാര്യങ്ങൾക്കും ഇങ്ങനെ ഉത്തരം പറയുന്ന രീതിയിലൊരു സീരീസ് ചെയ്യും. മോട്ടിവേഷൻ നിങ്ങൾക്ക് ഓരോ റിപ്ലൈ പോലെ നമ്മളൊരു സീരീസ് ചെയ്യും. ഇപ്പം ഞാനൊരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് വന്ന കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഞാനിപ്പോൾ ബ്രില്യൻറ്റ് ഹോസ്റ്റലിലാണ്, എനിക്കിവിടെ എടുക്കുന്ന ക്ലാസ് ഒന്നും മനസ്സിലാവുന്നില്ല, ചാപ്റ്റേഴ്സ് ഒന്നും ഓർഡർ ഇല്ലാതെയാണ് എടുക്കുന്നത്, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, എക്സാമിൻ്റെ ടെൻഷനും ഉണ്ട്. എടാ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 11th 12th നമ്മൾ 2 വർഷം പഠിച്ച കാര്യങ്ങളാണ് ഈ 1 വർഷം കൊണ്ട് ഇപ്പം നിങ്ങൾ പോകുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കൊല്ലം എടുത്ത് പഠിച്ച കാര്യങ്ങൾ ഈ 1 വർഷം കൊണ്ട് കുത്തി കയറ്റുന്നത് ഇത്തിരി പാട് തന്നെയാണ്. നമ്മുടെ മൈൻഡിലോട്ട് അതൊന്ന് എത്തിക്കുന്നത് ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കിപ്പോൾ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഫോൾട്ടായിരിക്കും, ചിലപ്പോൾ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തതായിരിക്കാം. ചിലപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 11th 12th നമ്മൾ ആദ്യമായിട്ടൊരു ചാപ്റ്റർ പഠിപ്പിക്കുന്ന പോലെ ഇത് ഡീൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോടാ. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറച്ച് ഈ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കും. അപ്പോൾ അവിടെ നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ മാത്രം പ്രശ്നങ്ങളാണടാ. നമ്മുടെ 11th 12th മര്യാദയ്ക്ക് പഠിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അല്ലാതെ നമുക്ക് ആ ടീച്ചേഴ്സിനെ അങ്ങ് അടച്ച് കുറ്റം പറയാൻ പറ്റൂല. ഇപ്പോൾ ഏത് ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്, എനിക്ക് ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മളിതൊക്കെ പഠിച്ച
എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ തെറ്റാണ്. നമ്മൾ 11ലും 12ലും മര്യാദയ്ക്ക് പഠിച്ചില്ല. കാരണം ചിലപ്പോൾ അവിടെ 1, 2, 3, 4 പിള്ളേർക്കേ ഇത് മനസ്സിലാവാതിരിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു റൂംമേറ്റിൻ്റെയും ഒരു ഇതുകൊണ്ട് തന്നെ എനിക്കറിയാം, ചില ക്ലാസ്സൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവത്തില്ല. പക്ഷേ എൻ്റെ റൂംമേറ്റിന് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾ ആ ഒരു 11th 12th നല്ല രീതിയിൽ പഠിച്ചിട്ട് വന്നൊരു കുട്ടിയായിരുന്നു. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പം നമ്മുടെ പ്രശ്നം കൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത്. അപ്പം നമുക്കിനിയിപ്പം അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോടാ. വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. മനസ്സിലായി? അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് എങ്ങനെയെങ്കിലും പഠിച്ച് ഇതാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റൂംമേറ്റ്സിനോടോ കാര്യങ്ങളോടോ ഒക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാണുക. അതായത് ബ്രില്യൻറ്റിലെ തന്നെ ഓൺലൈൻ ബാച്ചിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോടാ, അതൊക്കെ കാണുക. കാരണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയും ചവിട്ടാതെ ഇപ്പം ഡെയിലി പഠിപ്പിക്കുന്ന പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടിട്ട് വീക്ക്ലി എക്സാമിൻ്റെ പോർഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒത്തിരി സമയം കിട്ടും. വീക്ക്ലി എക്സാമിൻ്റെ ടോപ്പിക്സ് മാത്രം നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ എന്താണ് ബ്രില്യൻറ്റിന് തന്നെ ടാബിലോ അല്ലെങ്കിൽ ഇപ്പം സൈലത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടു പഠിക്കാമല്ലോ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യാതിരിക്കുകയാണ് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം ഒന്ന് സ്കിപ്പ് ചെയ്താലുള്ള കാര്യം എന്താ? ചിലപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ കുറ്റം പറയത്തില്ലായിരിക്കും, അവൾക്ക് വയ്യായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അവൾക്ക് കഴിഞ്ഞ കൊല്ലം പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഔട്ട്കം ഫേസ് ചെയ്യുന്ന ആരാടാ? ഇപ്പോൾ ആ ഒരു എക്സാമിന് ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ എഴുതേണ്ടത് ഞാനാണ്, വീണ്ടും ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നും കൂടെ പഠിക്കേണ്ടതും ഞാനാണ്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ? അവൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പറ്റാത്തത്, അവൾക്ക് നല്ല ടെൻഷനാണ്, എക്സാം പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എന്താടാ? നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടാതെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ആ ഒരു മനസ്താപമൊക്കെ നിങ്ങളുടെ തന്നെയാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഒന്നും കൂടെ പഠിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കരുതടാ. നമുക്കിപ്പോൾ പഠിക്കാതിരിക്കാനായിട്ട് ചിലപ്പോൾ 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ വീട്ടുകാരും ചിലപ്പോൾ നാട്ടുകാരും അക്സെപ്റ്റ് ചെയ്താലും നമുക്ക് പിന്നെ ഒരു റിഗ്രറ്റ് വരരുത്. കാരണം പിന്നെ എന്താണ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വീണ്ടും നിൽക്കുവാണ്. ഇതോടുകൂടി നമ്മുടെ ലൈഫ് അങ്ങ് തീരുവല്ല. നമുക്ക് എന്തായാലും ഒരു സ്റ്റേറ്റിലോട്ട് പോകണം. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ലാതെ ഇങ്ങനെ ഉഴപ്പാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ തന്നെ അങ്ങ് സ്ഥാപിക്കാതിരിക്കുക. നമുക്കിപ്പം പഠിക്കാൻ ഇപ്പോൾ ആ ഒരു ടീച്ചേഴ്സിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോൾ ഭൂരിഭാഗം കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒന്നും ക്ലാസ് കണ്ടിട്ട് ഒന്നും അല്ലടാ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൂടിയിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ആളാണെങ്കിലും എല്ലാം ഒന്നും അവിടുന്ന് കിട്ടിയിട്ടല്ല പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ എഫേർട്ടും കൂടി ഇടുമ്പോഴാണ് അവിടുന്ന് കിട്ടുന്ന 50% കൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു 50% കൂടെ ഇടുമ്പോഴാണ് അതൊരു 100% ആവുന്നത്, നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളൊന്നെങ്കിൽ വേറൊരു ബാച്ചിൻ്റെ ഇപ്പം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറായിരിക്കത്തില്ല ചിലപ്പോൾ വേറൊരു ബാച്ചിൽ പഠിപ്പിച്ചത്, ആ ബാച്ചിലെ നോട്ട്സും കൂടെ ഒക്കെ മേടിച്ചൊന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ ബ്രില്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സൈലത്തിൻ്റെയോ എവിടത്തെ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കണ്ടിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ചാപ്റ്റർ അങ്ങ് വിട്ട് കളയാതിരിക്കുക. അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചാൽ അതങ്ങ് വിട്ട് കളയാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചാപ്റ്റേഴ്സ് ഒന്നും ഓർഡർ ഇല്ലാതെ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ ചേരാത്ത പക്ഷം ഓഫ്ലൈനിലെല്ലാം ഇപ്പോൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാലും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം ചാപ്റ്റേഴ്സ് ഒരു ഓർഡർ ഇല്ലാതെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും. ഇപ്പോൾ നമുക്കിപ്പം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കാതെ ഇലക്ട്രോ കെമിസ്ട്രി പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം അവിടുത്തെ കുറേ കാര്യങ്ങൾ റിഡോക്സുമായിട്ട് റിലേറ്റഡ്, അപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ വേണ്ടുന്നത് മാത്രം നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതൊരു ഇക്വേഷൻസ് ഒക്കെ എഴുതി ആ ഒരു രീതിയിൽ പഠിച്ച് പോവുക. ഡൗട്ട് ഉള്ളത് മാത്രം മറ്റൊരു ചാപ്റ്റർ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് വായിച്ച് നോക്കുക. എല്ലാം നമുക്ക് അങ്ങ് ഫ്രണ്ടിൽ കൊണ്ട് തരാം എന്ന് വിചാരിക്കരുതടാ. നമ്മൾ പരമാവധി നമ്മുടെ ആ ഒന്ന് പാച്ചപ്പ് ചെയ്ത് നമ്മൾ ശ്രമിക്കുക. മനസ്സിലായോ? എല്ലാം ഇപ്പോൾ സ്പൂൺ ഫീഡിങ് പോലെ സ്കൂളിൽ കിട്ടുന്ന പോലെ നമ്മുടെ വായിൽ കൊണ്ട് വെച്ച് തരത്തില്ല. നിങ്ങളത് ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം അങ്ങനെയാണ് ഇപ്പം ഓർഡർ ഇല്ലാതെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക. വേറെ നിവർത്തിയൊന്നുമില്ലടാ, നമുക്ക് അതേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡാർവിൻ്റെ തിയറി പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ച് കയറി വരുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ റിസൾട്ട് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം തന്നെ ഓരോരോ കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഞാൻ നിങ്ങളെ അങ്ങ് വഴക്ക് പറയുന്ന രീതിയിൽ പറയുമല്ലടാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും അനുഭവിച്ച കാര്യങ്ങളാണ്. അന്നേരം ഞാനും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി അയ്യോ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല, അന്ന് എനിക്ക് വയ്യായിരുന്നു, ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ആ 11th 12th ഞാനത് ഇതായതുകൊണ്ടാണ്, ഇങ്ങനെ എനിക്ക് 100 കാരണങ്ങളാണ്. പക്ഷേ ആ കാരണങ്ങൾ കണ്ടെത്തി എന്നെ എൻ്റെ വീട്ടുകാരൊന്നും വഴക്ക് പറഞ്ഞില്ല. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ, എനിക്കൊരു റിസൾട്ട് ഇല്ല ആരെയും കാണിക്കാനായിട്ട്. ഞാൻ നല്ല പഠിക്കുന്ന കുട്ടി എന്നുള്ള ആ ഒരു ടാഗ് പോലും
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അത്രേ ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവൾക്ക് കിട്ടാത്ത, പഠിച്ച പിള്ളേർക്ക് കിട്ടി. അങ്ങനത്തെ പല പല കുത്തുവാക്കുകളും നമുക്ക് കേൾക്കേണ്ടി വരുവാടാ. അതൊക്കെ ഇപ്പം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിച്ച് മുന്നേറാനേ നമുക്ക് പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം അങ്ങനെ എക്സാമിൻ്റെ ടെൻഷനുണ്ട്. എടാ, ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ പോലെ ഒരു എക്സാം ആടാ. നിങ്ങൾ നീറ്റ് എഴുതാനല്ല, ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ നീറ്റ് എഴുതാൻ പോവല്ല. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 2-3 എക്സാം എഴുതി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ മാറത്തുള്ളൂ. നമ്മളിതിനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഒരു ഗെയിം സ്പിരിറ്റിൽ അങ്ങ് പോയി എടുക്കുക. നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ രീതിയിൽ പഠിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സാംസ് പോയി അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ വലിച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇതോടുകൂടി നമ്മുടെ ലൈഫ് തീരുമല്ലോ. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 300 മാർക്കേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ച് ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ വരുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനെ അങ്ങോട്ട് കൺവിൻസ് ചെയ്യുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അവരെ അറിയിക്കുക. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ മാർക്ക് പറയുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ടെൻഷനൊന്നും എടുത്ത് വെക്കേണ്ട. ഇതൊരു ചെറിയ എക്സാം അല്ലേടാ, നിസ്സാരപ്പെട്ട 3 ചാപ്റ്റേഴ്സിൻ്റെ ഒരു എക്സാമാണ്. ഇപ്പോൾ മാർക്ക് കുറഞ്ഞാൽ ഇപ്പോൾ എന്തോന്നാ, നിങ്ങൾക്ക് മാത്രമേ മാർക്ക് കുറവുള്ളതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ബാക്കി കുറേ പേരുണ്ടാവും. നമ്മൾ അതിൽ നിന്ന് കയറി വരാൻ ശ്രമിക്കുക. നമ്മൾ അതിൽ നിന്ന് ആ ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ട് കയറി വരാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ടും ഒന്നും ഒരു പ്രയോജനമൊന്നുമില്ല. നമ്മൾ പരമാവധി ഇപ്പം നമ്മളായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ പഠിക്കാതിരിക്കാനായിട്ട് നിൽക്കരുത്, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഇതിന് ശരിക്കും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിക്കുകയാണ്. എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു ക്ലാസ് കണ്ട് മനസ്സിലായില്ലെന്ന് വിചാരിച്ച് നമുക്ക് ആ ഒരു ചാപ്റ്റർ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോടാ? പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാനല്ലേ പറ്റും. നമ്മൾ ഇത്രയും കാര്യങ്ങളും ഫീസും ഒക്കെ അടച്ചിട്ട് നമ്മൾ പേരൻസിൻ്റെയും എല്ലാം ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുന്നവരല്ലേ. അപ്പോൾ നമുക്കത് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ച് അതങ്ങ് വിട്ട് കളഞ്ഞ് പഠിക്കാൻ പറ്റുമോ? പരമാവധി നിങ്ങൾ 3 ചാപ്റ്റേഴ്സും പഠിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ഇപ്പം നിങ്ങൾക്ക് എത്ര മനസ്സിലാകുന്നില്ലെങ്കിലും അത്യാവശ്യം ഇക്വേഷൻസ് എങ്കിലും പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ട് പോയി എഴുതുക. അതെങ്കിലും ചോദിച്ചാൽ നമുക്ക് എഴുതാവില്ല. ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 180 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 360 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ടെൻഷനൊന്നും എടുത്ത് വെക്കേണ്ടത് വലിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ അയ്യോ എനിക്ക് മാത്രമേ മാർക്ക് കുറവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാണ്. ഇതേ പ്രശ്നമുള്ള ഒത്തിരി പേര് കാണും. നമുക്ക് ചിലപ്പോൾ ആ ഒരു ട്രാക്കിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പരമാവധി നമ്മൾ നമ്മുടെ എഫേർട്ട് കൊടുത്ത് എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ പതുക്കെ ആ ഒരു ട്രാക്കിലോട്ട് കയറും. വിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയടാ. നമ്മളിത് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയി. നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളടാ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കമൻറ്റിന് റിപ്ലൈ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ചോദിക്കുക കേട്ടോ. ഇതിനൊരു ഉത്തരവായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പം ശരിയാടാ, ടാറ്റാ.